തമിഴ്നാട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാം. കേരള തമിഴ്നാട് അതിർത്തിക്കപ്പുറം ചെങ്കോട്ടയിൽ ഫേമസ് ആയ ഒരു ഐറ്റം ഉണ്ട്, ബോർഡർ ചിക്കൻ. പ്രത്യേക മസാലക്കൂട്ടുകളിട്ട് പൊരിച്ച് ഈ ചിക്കൻ കഴിക്കാൻ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് അതിർത്തി കടന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്. ചിക്കന്റെ രുചി നുണയാൻ നമ്മുടെ ജയശങ്കരം സംഘവും നടത്തിയ യാത്രയിലേക്ക്, ആ രുചി വിശേഷത്തിലേക്ക്. റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ഇന്നത്തെ യാത്ര തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിലേക്കാണ്. അവിടെ വ്യത്യസ്തമായ ചില ഭക്ഷണ വിഭവങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. വാ, ഒന്ന് പോയി വരാം. അങ്ങനെ നമ്മൾ ചെങ്കോട്ടയിലെത്തി. ഇവിടെ മാത്രം കിട്ടുന്ന ഒരു വ്യത്യസ്ത വിഭവമാണ് ബോർഡർ ചിക്കൻ. നമ്മുടെ നാട്ടിൽ പലതരം ചിക്കൻ ഉണ്ടെങ്കിലും അതിൻ്റെ അപ്പുറത്തെ ടേസ്റ്റ് എന്നാണ് ഇത് കഴിച്ച പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുള്ളത്. ഇന്നെന്തായാലും ഒന്ന് ബോർഡർ ചിക്കൻ പരീക്ഷിക്കാനാണ് നമ്മുടെ ശ്രമം. അപ്പോൾ നമ്മളുള്ളത് ചെങ്കോട്ടയിലെ റഹ്മത്ത് എന്ന് പറയുന്ന ബോർഡർ ചിക്കൻ സ്റ്റോളിലാണ്. കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഈ ഹോട്ടൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ കുറേ തലമുറകളായിട്ട് ഇവിടെ ഈ ഒരു ബോർഡർ ചിക്കൻ വിതരണം ചെയ്യുന്നൊരു കടയാണ്. പോയി വരാം. നട്ടുച്ച നേരത്ത് ചെന്നു കയറിയപ്പോൾ ഷീറ്റുമേഞ്ഞ കെട്ടിടത്തിനുള്ളിൽ ഒരു പൂരത്തിനുള്ള ആളുണ്ട്. കേരള തമിഴ്നാട് അതിർത്തിയിലായതുകൊണ്ട് ലഭിച്ച പേരാണ് ബോർഡർ ചിക്കൻ എന്നത്. 40 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന തീറ്റക്കൊതിയന്മാരുടെ വിശ്വസ്ത സ്ഥാപനം. പൊറോട്ട തന്നെയാണ് ഇവിടെ മെയിൻ ഐറ്റം. ഒരു മേശയ്ക്ക് ചുറ്റും നിന്ന് പൊറോട്ടയടിക്കുന്നു. ഒരേ സമയം 50-60 പൊറോട്ട വലിയ കല്ലിൽ കിടന്ന് മൊരിയുന്നു. ഇനി നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റമായ ബോർഡർ ചിക്കനിലേക്ക്. അടുക്കളയിൽ നിൽക്കുന്ന കക്ഷിയുടെ കയ്യിലൊരു ചട്ടുകമുണ്ട്. ചിക്കന്റെ കൈ പിടിച്ച് മസാലയ്ക്ക് കൊടുക്കുന്ന കാരണവരാണ് ആ ചട്ടുകം. പൊറോട്ടയും ചിക്കനുമാണ് ഏറെ പേരും കഴിക്കുന്നത്. ചിക്കനിൽ പുരട്ടുന്ന മസാലക്കൂട്ടാണ് കൂടുതൽ പേരെയും ആകർഷിക്കുന്നത്. മല്ലിയും പെരുംജീരകവും വറ്റൽ മുളകുമെല്ലാം അരച്ചു പുരട്ടും. മസാലയും ചിക്കനും പിന്നങ്ങ് സ്നേഹിക്കാൻ തുടങ്ങും. അവർ ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ ചൂടാറാതെ നോക്കേണ്ടത് കഴിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. 4 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് റഹ്മത്ത് ഹോട്ടൽ ആരംഭിക്കുന്നത്. വലിയ ആഡംബരമില്ലാത്ത വിശാലമായ കെട്ടിടമാണിത്. വിറകടുപ്പിലാണ് പാചകം. സ്വന്തം രുചിക്കൂട്ടുകളാണ് ഇപ്പോഴും ഈ കടയെ വ്യത്യസ്തമാക്കുന്നത്. ഒരു ബ്രാൻഡിങ്ങും ഇല്ലാതെ തന്നെ. இந்த கடை ஆரம்பித்து கிட்டத்தட்ட 1970 ஆரம்பித்தோம். இந்த கடை வந்து எங்கள் தாத்தா ஆரம்பித்தது. தாத்தா காலத்தில் ஆரம்பித்தது. ஃபஸ்ட்டு இந்த லாரி டிரைவர்ஸ்க்காக ஆரம்பிக்கப்பட்டது. லாரி டிரைவர்ஸ்னால் இங்கே வந்து டிரான்ஸ்போர்ட் ஜாஸ்தி. இங்கேருந்து எடுத்துகிட்டு கேரளாவுக்கு லோடு ஏற்றிட்டு போடுற அந்த அவங்களுக்காக ஆரம்பிக்கப்பட்ட கடை ஃபஸ்ட்டு. அதுக்கப்புறம் குற்றாலத்துக்கு வரக்கூடிய அந்த இந்த கஸ்டமர்ஸ் எல்லாம் அங்கே குளிக்க வரக்கூடியவங்கெல்லாம் இங்கே அப்படியே வந்து சாப்பிட்டு அப்படியே ஊர் எல்லாமே பரவ ஆரம்பித்தது. இப்படி தான் நமக்கு ஃபேமஸ் ஆனது நம்ம லோக்கலில். இது எல்லாமே ஹோம்மேடு மசாலா தான். இது எதுவுமே வந்து வெளியிலேருந்து நம்ம வாங்கி இது பண்ணுறது, എല്ലാമേ നമ്മളെ ഓണാ പ്രിപ്പയർ പണി പണ്ടത്. ചെങ്കോട്ടയിൽ നിന്ന് തെങ്കാശിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ രുചിക്കട. റോഡ് സൈഡിൽ തന്നെ വലിയ ആർഭാടമില്ലാത്ത പഴയ കട കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ചെങ്കോട്ടയിലെ ബോർഡർ ചിക്കനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം.
ഈ പൊറോട്ടയും ചിക്കനും ഒടുക്കത്തെ ടേസ്റ്റാണ്, ഒരു രക്ഷയുമില്ല. ഈ തെങ്കാശി വഴി വരുന്ന ആളുകൾ ഇത് എന്തായാലും പരീക്ഷിക്കണം. നാവിൽ വെള്ളം ഊർന്നുകൊണ്ട് ഇന്നത്തേക്ക് അവസാനിക്കുന്നു. ക്യാമറമാൻ അനന്തു ബി നായർക്കൊപ്പം AV ജയശങ്കർ, 24 കൊട്ടാരക്കര. കണ്ടിട്ട് ഭയങ്കരമായിട്ട് കൊതി വരുന്നത് കോയിൻ പൊറോട്ട, ബൺ പൊറോട്ട എന്ന് പറയുന്ന ചെറിയ പൊറോട്ടയും ജ്യൂസിയായ, കുറച്ച് ഓയിലി ആണെങ്കിലും ഭയങ്കര ജ്യൂസിയായ ചിക്കനാണത്. ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാനും കഴിച്ചിട്ടില്ല. പക്ഷേ എന്തായാലും ഇനി ആ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നവർ, ആര്യങ്കാവ് ചെങ്കോട്ട വഴിയൊക്കെ യാത്ര ചെയ്യുന്ന, തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർ ഉറപ്പായും മസ്റ്റ് ട്രൈ ഐറ്റമാണ് ബോർഡർ ചിക്കൻ, മറക്കണ്ട.